വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആങ്കർ ബ്രാൻഡിൻ്റെ SoundCore A20i എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞ് ഇയർബഡ്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് പറയുന്ന സമയത്ത് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ലാത്തതും മറ്റു ചിലർ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. അത് വേറൊന്നുമല്ല, വെറും എന്നുള്ളൊരു വാക്ക്. പക്ഷെ അത് വെറുതെ അല്ല, ആ ഒരു വെറും എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ ആ ഒരു പ്രൈസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെറും എന്നുള്ള വെറുതെ ഈ ഒരു വാക്ക് പറഞ്ഞ് കുറേ വെറുപ്പിക്കാതെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് വരുന്നത് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് വരുന്നത്. എക്സ്ട്രാ നമുക്ക് സിലിക്കൺ ഇയർ പ്ലഗ് വരുന്നുണ്ട് 2 എണ്ണം. പിന്നീടുള്ളത് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇയർബഡ്സ് ആയിട്ടുള്ള SoundCore A20i, അതിൽ തന്നെ നമുക്കൊരു ടാഗും കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ടാഗും ഈ ഒരു ഇയർബഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5.2 ഗ്രാം ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മെറ്റീരിയലും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ബഡ്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ താരതമ്യേന കംഫർട്ടിനൊക്കെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം ഷേക്ക് ചെയ്താൽ പോലും അങ്ങനെ താഴെ വീഴുന്ന രീതിയിലില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല കംഫർട്ടായിട്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ ഇത്തരത്തിൽ ബഡ്സ് യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈസ് വൈസും അല്ലെങ്കിൽ കംഫർട്ട് വൈസും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കംഫർട്ടായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇയർബഡ്സിൽ വരുന്ന 60 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 350 mAh ബാറ്ററിയാണ്. 9 hours മ്യൂസിക് പ്ലേ ബാക്ക് ആണ് സിംഗിൾ ചാർജിൽ പറയുന്നത് 50% വോളിയത്തിൽ. അതുപോലെ തന്നെ 28 hours മ്യൂസിക് പ്ലേ ബാക്ക് ആണ് ഈ ഒരു വിത്ത് കേസ് ഉൾപ്പെടുത്തിയിട്ട് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. IPX5 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ പ്രൂഫാണ് ഈ ഒരു ഇയർബഡ്സ് എന്ന് പറയുന്നത്. അതായത് മഴയത്തും കാര്യത്തൊന്നും വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ANC അഥവാ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. പകരം AI കോൾ നോയ്സ് റിഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു നോർമൽ കോളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നോയ്സ് ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ഒരു കോൾ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ എനിക്ക് ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, അതുപോലെ തന്നെ ലോങ് പ്രസ് ഓപ്ഷനാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. SoundCoreൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ ടാപ്പിൽ എന്താണ് വേണ്ടത്, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിൽ, അതുപോലെ തന്നെ ഡബിൾ ടാപ്പിൽ എന്താണ് വേണ്ടത്, അതുപോലെ തന്നെ ലോങ് പ്രസ്സിൽ എന്താണ് വേണ്ടത് എന്നുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ ഒരു SoundCoreൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 21ഓളം എക്വലൈസർ മോഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏതാണോ കംഫർട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഏതാണോ അത്തരത്തിലുള്ള ഇക്വലൈസർ മോഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ ആസ്വദിക്കാൻ സാധിക്കും. ഗെയിമേഴ്സിന് എത്രത്തോളം സപ്പോർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു SoundCore ആപ്ലിക്കേഷനിൽ ഗെയിമിംഗ് മോഡ് എന്ന് പറയുന്നത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈറ്റൻസി മോഡിലേക്ക് എനേബിൾ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു സെയിം സൗണ്ട് എഫക്റ്റ് തന്നെ നമുക്ക് ഇയർബഡ്സിലും കേൾക്കാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള ആ ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ സൗണ്ടിലുള്ള ആ ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സൂപ്പർബ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു ഇയർബഡ്സിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പണ്ടത്തെ പാട്ടിൻ്റെ ശീലുണ്ടോ ചുണ്ടത്ത്, തുമ്പപ്പൂച്ചേലുള്ള ചിരി നിനക്ക്. സൂപ്പർബായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി അതിൻ്റെ ബേസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ ആ ഒരു ചെവിയിൽ ശരിക്കും ആ ഒരു ഫീല് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരിക്കും ഇയർബഡ്സ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ആ ഒരു റിയൽ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും വിഷ്വലൈസേഷനിലോ അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റിയിലോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നത് മാത്രമാണ് എൻ്റെ ഒരു സങ്കടം. ഞാൻ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വൈസിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഇയർബഡ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൂപ്പർബായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ഇയർബഡ്സിൽ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഇയർബഡ്സിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ വരുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആമസോണിൽ 4352 ഇന്ത്യൻ റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത്. അതെല്ലാം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. 4.4 സ്റ്റാറിൽ മോർ ദാൻ 2200 ആൾ ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും ഒട്ടുമിക്ക ആളുകളും ഇത് കിഡിലൻ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇയർബഡ്സിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയുന്ന സമയത്ത് ഞാൻ വെറും ചേർത്തുകൊണ്ടായിരിക്കും പറയുന്നത്. ഇനി അത് ഇന്ത്യൻ പ്രൈസിനെ കുറിച്ചല്ല, മറിച്ച് ഖത്തറിനെ കുറിച്ചാണ്. വെറും 89 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ വെറും 2000 രൂപ മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത്. അതായത് ഇന്ത്യയിൽ വിൽക്കുന്നതിൻ്റെ പകുതിയിലും താഴെയാണ് ഈ ഒരു പ്രൈസ് ഖത്തറിൽ വരുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ 100 റിയാലിന് താഴെയുള്ള
ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് നൽകുന്ന ഇയർബഡ്സ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എസ്പെഷ്യലി സൗണ്ട് ക്വാളിറ്റി സൂപ്പർബാണ്. അതുപോലെ തന്നെ കോൾ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫും ഇതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ ഇന്നത്തെ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതെല്ലാം മറ്റേതെങ്കിലും ബ്ലൂടൂത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോസും ചാനലും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.